എല്ലാവർക്കും ഭൂലോകം ടിവിയിലേക്ക് സുസ്വാഗതം. സൽമാൻ ഖാൻ വീണ്ടും ശ്രദ്ധാകേന്ദ്രമാകുകയാണ്. അദ്ദേഹം ധരിച്ച ഒരു വാച്ചാണ് ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രം. അദ്ദേഹം അടുത്തിടെ തന്റെ പുതിയ ചിത്രമായ സിക്കന്ദറിന്റെ പ്രൊമോഷൻ പരിപാടിക്കിടെ ധരിച്ച വാച്ചാണ് ഇപ്പോൾ ഫാഷൻ പ്രേമികൾക്കിടയിലെ സംസാരവിഷയം. ജേക്കബ് ആൻഡ് കോ എപിക് എക്സ് രാമജന്മഭൂമി ടൈറ്റാനിയം എഡിഷൻ 2 വാച്ച് ധരിച്ചാണ് സൽമാൻ ഖാൻ പരിപാടിക്കെത്തിയത്. ഏകദേശം 34 ലക്ഷം രൂപ വിലമതിക്കുന്ന ഈ വാച്ച് ഇന്ത്യയുടെ ആത്മീയതയും സംസ്കാരവും പൈതൃകവും സമന്വയിപ്പിക്കുന്ന ഒരു കലാസൃഷ്ടിയാണെന്ന് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നു. എത്തോസ് വാച്ച്സുമായി സഹകരിച്ച് നിർമ്മിച്ച ഈ ലിമിറ്റഡ് എഡിഷൻ വാച്ചിന്റെ ഡയലിലും ബെസലിലും രാമജന്മഭൂമി ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യാ സൗന്ദര്യം പകർത്തിയിരിക്കുന്നു. ആകർഷണീയമായ രൂപകൽപ്പന മാത്രമല്ല, ഡയലിൽ രാമജന്മഭൂമി ക്ഷേത്രത്തെ വളരെ സൂക്ഷ്മമായി കൊത്തിവച്ചിട്ടുണ്ട്. ഇത് രാമജന്മഭൂമിയുടെ ചരിത്രപരമായ പ്രാധാന്യത്തെ പ്രതീകവത്കരിക്കുന്നു. കൂടാതെ ഡയലിലും ബെസലിലും ഹിന്ദു ദൈവങ്ങളുടെ ലിഖിതങ്ങളുണ്ട്. ഇത് ചരിത്രപരവും ആത്മീയവുമായ കാര്യങ്ങളെ എപിക് എക്സ് ആധുനികതയുമായി സംയോജിപ്പിക്കുന്നു. കൊത്തുപണികളിലെ സൂക്ഷ്മത ജേക്കബ് ആൻഡ് കമ്പനിയുടെ കൃത്യതയെ പ്രതിഫലിപ്പിക്കുന്നു, എത്തോസ് പറയുന്നു. ഈ മാനുവൽ വാച്ചിന് 44mm കേസ് ഉണ്ട്. ഓറഞ്ച് റബ്ബർ സ്ട്രാപ്പും സഫയർ ക്രിസ്റ്റൽ ഗ്ലാസുമുണ്ട്. അയോധ്യയിലെ രാമക്ഷേത്രവും രാമനും ഹനുമാനുമെല്ലാം വാച്ചിന്റെ ഡയലുണ്ട്. അതിന്റെ ബെസലിൽ ജയ് ശ്രീരാം എന്നും എഴുതിയിട്ടുണ്ട്. ഇത് ഒരു ലിമിറ്റഡ് എഡിഷൻ വാച്ചാണ്. രാമജന്മഭൂമി വാച്ച് ഈ ബ്രാൻഡിന്റെ ഇന്ത്യാ ശേഖരത്തിന്റെ ഭാഗമാണ്. കമ്പനി 2 എക്സ്ക്ലൂസീവ് രാം ജന്മഭൂമി പതിപ്പുകൾ അവതരിപ്പിച്ചു. 2024 ഒക്ടോബറിലാണ് ജേക്കബ് ആൻഡ് കമ്പനി അവരുടെ ഗേറ്റ്വേ ഓഫ് ഇന്ത്യ വാച്ചിന് പകരം രാമജന്മഭൂമി ശേഖരം ഇറക്കിയത്. ആകെ 49 വാച്ചുകൾ മാത്രമാണ് ഈ എഡിഷനിൽ ജേക്കബ് ആൻഡ് കോ നിർമ്മിച്ചിട്ടുള്ളത്. അതിൽ 35 എണ്ണം ഇതിനകം വിറ്റുതീർന്നുകഴിഞ്ഞു. നടൻ അഭിഷേക് ബച്ചനാണ് രാമജന്മഭൂമി വാച്ച് സ്വന്തമാക്കിയ മറ്റൊരാൾ. രാമജന്മഭൂമി വാച്ച് എപിക് എക്സ് സ്കെലട്ടൺ സീരീസിന്റെ ഭാഗമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തോടുള്ള ആദരസൂചകമായി രൂപകൽപ്പന ചെയ്ത വാച്ചിന്റെ ബ്രേസ്ലെറ്റ് കാവി നിറത്തിലാണ് വരുന്നത്. എപിക് എക്സ് ഇന്ത്യ എഡിഷൻ ഇന്ത്യൻ പൈതൃകത്തെ ആദരിക്കുന്നു. കൂടാതെ സങ്കീർണമായ 2D ടൈറ്റാനിയം ഡിസൈനുകളിൽ താജ്മഹൽ, ഇന്ത്യ ഗേറ്റ്, ഗേറ്റ്വേ ഓഫ് ഇന്ത്യ, കുത്തബ് മിനാർ എന്നീ 4 ഐക്കണിക് സ്മാരകങ്ങളുമുണ്ട്. അതേസമയം സൽമാൻ ഖാന്റെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആക്ഷൻ ചിത്രമായ സിക്കന്ദർ 2025 മാർച്ച് 30 തിയേറ്ററുകളിൽ എത്തും. ആരാധകർ ആകാംക്ഷയോടെ ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. AR മുരുകദോസ് സംവിധാനം ചെയ്യുന്ന ഒരു ആക്ഷൻ ത്രില്ലറായ ചിത്രത്തിൽ രശ്മിക മന്ദാനയാണ് നായിക.